കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ മിഷൻ മന്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മിഷൻ മന്ത് ആയിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിനായി നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി വളരെയധികം നന്ദി. നമ്മുടെ പുതിയ ക്യാമറകൾ വാങ്ങിക്കാനുള്ള മുഴുവൻ സ്പോൺസർഷിപ്പും അത് വന്നു. ഇറ്റ് ഷോസ് യുവർ ലവ് ടുവേർഡ്സ് അസ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏക ആഗ്രഹം ഈ സുവിശേഷം എല്ലായിടത്തും എത്തി. മാത്രമല്ല, യേശുവിനെ എല്ലാവരുടേതുമാകണം. ചിലരുടെ മാത്രമല്ല, യേശു എല്ലാവരുടേതുമാകണം. അതാണ് യേശുവിൻ്റെയും വാസ്തവത്തിൽ ഉള്ള ആഗ്രഹവും. അതാണല്ലോ യേശു തൻ്റെ വരവും ക്രൂശീകരണവും പുനരുത്ഥാനത്തിലൂടെ ഉദ്ദേശിച്ചത്. ചിലർ യേശുക്രിസ്തുവിനെ അവരുടെ സ്വന്തം പലപ്പോഴും കേട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അയാൾക്ക് പ്രത്യേക ഒരു വരം ഉണ്ട്, അയാൾക്ക് പ്രത്യേക ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അയാളെ ഉപയോഗിക്കുന്നു. ഒരു കാര്യം വ്യക്തമായി എന്നെ കാണുന്നവർ മനസ്സിലാക്കണം. എൻ്റെ അകത്തുള്ള യേശു തന്നെയാണ് നിങ്ങളുടെയും അകത്തുള്ളത്. വിശ്വസിക്കുന്ന ഏവർക്കും പലപ്പോഴും ദൈവവചനത്തിൽ പറയുന്നതും നമുക്കറിയാവുന്നതുമായ കാര്യമാണ്. പലപ്പോഴും സംഭവിക്കുന്ന അറിവില്ലായ്മ, ഇഗ്നറൻസ്, അതാണ് നമ്മൾ ആ സത്യം അറിയാതിരിക്കുമ്പോഴാണ് നമ്മളെ പല മേഖലകളിലും മുതലെടുക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ പല കാര്യത്തിലും കുനിയത്തില്ല, താൻ ധൈര്യമായിട്ട് നിൽക്കും. കാര്യം നിയമം തനിക്ക് നിയമപ്രകാരം തനിക്ക് കിട്ടിയ അവകാശങ്ങൾ താൻ അറിയുമ്പോഴാണ് ധൈര്യം കൂടുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു തൻ്റെ മരണ പുനരുത്ഥാനത്താൽ ചെയ്തെടുത്ത ഇന്ന് സഭയാകുന്ന തൻ്റെ ശരീരത്തിന് സൗജന്യമായി നൽകാനായിട്ട് ഇനി ഒന്നുമില്ല. വാസ്തവത്തിൽ നമ്മുടെ മനസ്സിന്, നമ്മുടെ സൈക്കോയ്ക്ക് നമുക്ക് അപ്പീലിംഗ് ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് സാരമില്ല, അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ സത്യം അതിൽ വിപരീതമായിരിക്കും. രോഗം അല്ലെങ്കിൽ മാനസികമായ തകർച്ച, ഇതൊന്നും ദൈവം തരുന്നതല്ല. ദൈവം നല്ലവനായിരിക്കുന്ന ദൈവത്തിൽ നിന്നും മോശമായതൊന്നും വരുത്തില്ല. നല്ലവനായ ദൈവം തൻ്റെ സൃഷ്ടിയെ പോലും നോക്കിക്കെ വാരി വെതറി എല്ലാ കാര്യങ്ങളും സകലർക്കും കൊടുക്കുന്നു. യേശു തൻ്റെ സ്വന്തം വാമൊഴിയായി പറഞ്ഞത്, താൻ സൂര്യനെയും താൻ മഴയും നീതിമാന്മാരുടെ മേലും ദുഷ്ടൻ്റെ മേലും ഒരുപോലെയാണ് പെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം ആർക്കും ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നവനല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ്. ആ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വന്ന് താൻ ആരാന്ന്, സ്നേഹമാണെന്ന്, തികഞ്ഞ സ്നേഹമാണെന്ന് കാണിച്ചു കൊടുത്തു. അതുവരെയും ആർക്കും അറിയാൻ മേലാത്ത പല കാര്യങ്ങളായിരുന്നു. ദൈവം ശിക്ഷിക്കുന്നവനാ, ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായി യേശു വന്ന് ദൈവം സ്നേഹമാണെന്നും ദൈവം തൻ്റെ അയച്ച ദൗത്യം എന്തായിരുന്നു എന്നും തിരിച്ചറിഞ്ഞ യേശു ദൗത്യം നിവർത്തിച്ച ശേഷം ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് റീസണിങ്, നമ്മൾ ഉടനെ അതിനെ റീസൺ ചെയ്യും. എനിക്ക് എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? പലപ്പോഴും കേൾക്കാൻ കഴിയുന്ന എൻ്റെ അടുക്കൽ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ ഇന്ന വിഷയം എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. ഞാൻ വ്യക്തമായി പറയാം, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിച്ചിട്ടുണ്ടോ, ആ വിശ്വസിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഏത് തരത്തിൽ എന്ത് വന്നാലും അതിൽ തനിക്ക് ജയമുണ്ട്, ഒരു വഴിയുണ്ട്. തന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ റീസണിങ് ഫെസിലിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്ന് പിശാചിന് എന്ന് പറയുന്ന ദുഷ്ടന് നിങ്ങളുടെ എതിരെ അപവാദം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്നേക്കുമായി ഹീ ഈസ് ഡിഫീറ്റഡ്, ഹീ ഈസ് ഗോൺ.
തന്നെ ഇന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്ന് തനിക്ക് തന്ത്രങ്ങളാണ് ഉള്ളത്. ആൻഡ് ആ തന്ത്രങ്ങൾ, ട്രിക്ക് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ അകത്ത് മൈൻഡ് സെറ്റിനകത്ത് ചില നുണകളിട്ട്, ആ നുണയല്ല പക്ഷേ നമുക്ക് സത്യമാണെന്ന് തോന്നിപ്പോകുന്നത് പോലെയുള്ള നുണകൾ ഇട്ട് നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുക, നമ്മളെ ദൈവവുമായിട്ട് അകറ്റുക, നമുക്ക് ആരുമില്ലെന്ന് പറയുക. വാസ്തവത്തിൽ കർത്താവിൻ്റെ വാഗ്ദത്തം എന്താ? കർത്താവിൻ്റെ വാഗ്ദത്തം ലോക അന്ത്യത്തോളം എല്ലാ നാഴികയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് കർത്താവ് മാറത്തില്ല. ദൈവം മനുഷ്യനല്ല വാക്ക് മാറിക്കളയാൻ. നീ ഇന്ന് പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ലെന്ന് പറയുന്നവനല്ല യേശു. ഇന്ന് ബൈബിൾ വായിച്ചില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ക്രൂരമായി ശിക്ഷിക്കും പറയുന്നവനല്ല. നല്ല പിതാവാണ്, നല്ല പിതാവാണ്. ഓർത്ത് നോക്കിക്കുക, നമ്മുടെ വീട്ടിലെ മക്കൾ എല്ലാ ദിവസവും വന്ന് അപ്പ നീ എൻ്റെ അപ്പനാ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു, ദോഷികളായ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹം നിറഞ്ഞ പിതാവ് എത്രമാത്രം അധികം നമ്മളെ സ്നേഹിക്കുന്നു. എന്നാൽ എവിടെയാണ് ഈ യുദ്ധം? എവിടെയാണ് ഈ ബാറ്റിൽ നടക്കുന്നത്? ഒരു യുദ്ധമുണ്ട്. നമ്മുടെ യുദ്ധം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മനസ്സിനകത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, പോരുണ്ട്. അപ്പോൾ തന്നെ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ ഈ പോരിനെ കുറിച്ച് പറയുന്നത് നല്ല പോരെന്ന്, വിച്ച് മീൻസ് എ ഗുഡ് ഫൈറ്റ്. 1 തിമോത്തി 6:12 പറയുന്നത് ഫൈറ്റിംഗ് എ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഗുഡ് ഫൈറ്റായത്. ഗുഡ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തോറ്റ ശത്രുവിടെ പുറത്ത് ജയത്തിൻ്റെ ആഘോഷം കൊണ്ട് ആ ജയം എന്നാ പറയുന്നത് നടപ്പിലാക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഉറപ്പിക്കുക. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഹീസ് ഡിഫീറ്റഡ്. ആ യുദ്ധം, ആ പോര് എവിടെയാണ് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത്. അതിനെക്കുറിച്ചാണ് പൗലോസ് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയ മുഴുവൻ കാര്യങ്ങൾക്കും അധികാരം ഇന്ന് നമ്മുടെ കയ്യിലാണ്. ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ അതിന് വേണ്ടിയ പ്രൊവിഷനും ഉണ്ട്, അതിന് വേണ്ടിയ നടപ്പിലാക്കേണ്ട അധികാരവും ഇന്ന് നിങ്ങളുടെയും എൻ്റെയും കയ്യിൽ കർത്താവ് തന്നിരിക്കുക. നല്ലവനായ കർത്താവ് ഒന്ന് പറഞ്ഞ്, നല്ലത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ, അത് പറയുമ്പോൾ ഒരു ഉറപ്പൊക്കെ ഒന്ന് വരട്ടെ, എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വരുന്നത് എങ്കിൽ ആ പറഞ്ഞ വാക്ക് ഒരിക്കലും മറക്കല്ല്, വിട്ടുകൊടുക്കരുത്. കാരണം ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 2 കൊരിന്ത്യർ 10:3, that though we walk in the flesh, we do not war according to the flesh. For the weapon of our warfare is not carnal, but mighty in God for putting down strongholds. The weapon of our warfare, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഇറ്റ്സ് നോട്ട് കാർണൽ എന്ന് പറഞ്ഞാൽ തോക്കും വാളുമല്ല. എന്നാൽ ഇറ്റ് ഈസ് മൈറ്റി ഇൻ ഗോഡ്. ദൈവത്തിൽ ശക്തമായ ഒരു ആയുധമാണ്. ടു പുൾ ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. കോട്ടങ്ങളെ ഇടിച്ചു കളയുവാനുള്ള ദൈവത്തിൽ ശക്തമായ ആയുധം. കോട്ടകളെ ഇടിച്ചു കളയുവാൻ. വാസ്തവത്തിൽ ഇതിന് കോട്ടയെന്ന് അല്ല പറയേണ്ടത്, ചിന്താഗതികളെ ഹോൾഡ് ചെയ്തിരിക്കുന്ന, സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. പലപ്പോഴും നമ്മുടെ റീസണിങ് ഫെസിലിറ്റി എന്നാ പറയേണ്ടത്, അത് ചില തത്വങ്ങളായിട്ട് റീസൺ ചെയ്യുക. ഇത് നോക്കിക്കേ, ഇന്ന ആർക്ക് ഇന്നത് നടന്നു, അതുകൊണ്ട് എനിക്കും അത് നടക്കാൻ സംഭാവനയുണ്ട്. യേശുവിനെ വിശ്വസിച്ചിട്ടും അവൻ്റെ ഗതി ഇതാണ്, അതുകൊണ്ട് പിന്നെ എന്താ നമ്മൾ വിശ്വാസത്തിൽ പോകുന്നു. ഇതൊക്കെ റീസണിങ് ഫെസിലിറ്റിയാണ്. പലപ്പോഴും എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവവും റീസണിങ് കൂടെ കൂട്ടിക്കുഴച്ച് വിശ്വാസ ജീവിതത്തെ നടത്താൻ ശ്രമിക്കുമ്പോഴാണ് പരാജയം. നമ്മുടെ അനുഭവമോ റീസണിങ്ങോ അല്ല നമ്മുടെ മെഷറിങ്, അല്ലെങ്കിൽ അളവ് കോല് ദൈവവചനമായിരിക്കണം. ലെറ്റ് യുവർ എക്സ്പീരിയൻസ്
ബി അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? അതായിരിക്കും എൻ്റെ അനുഭവം. അല്ലാതെ അയലോ ഇയളോ ഞാനോ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ വേർഡ്, ഇറ്റ് ഡസൻറ്റ് ബിലോങ് ടു മീ. ഐ വിൽ റെസിസ്റ്റ് ഇറ്റ്, ഐ വിൽ ഫൈറ്റ് ഇറ്റ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ റേഷൻ കാർഡുള്ള എല്ലാവർക്കും 10 കിലോ അരി കൊടുക്കുന്നു സൗജന്യം, അല്ലെങ്കിൽ ഒരു ചാക്ക് അരി വെച്ച് ഒരു ചാക്ക് പഞ്ചസാര ഫ്രീ ആയി കൊടുക്കുന്നു റേഷൻ കാർഡുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾ എടുത്തില്ല. ഇനി എത്ര സമ്പന്നർ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ പോയി അവിടെ ക്യൂ നിന്നാണേലും വാങ്ങിക്കും. നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ആ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇത് എഴുതിയിരിക്കുന്ന പ്രകാരം എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. ആ പിടിവാശി, ആ ഉറപ്പ് നമുക്ക് ദൈവവചനത്തിലെ വാഗ്ദത്തത്വങ്ങളോട് കാണണം. ഞാൻ യേശു മുഖാന്തരം ഇന്ന് മകനായിരിക്കുക. മകൻ എന്ന നിലയിൽ വിശ്വാസികൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ഇതിനകത്തുണ്ട്. അത് മുഴുവൻ എനിക്ക് കിട്ടിയേ മതിയാകത്തുള്ളൂ. പക്ഷേ അതിനെ നമ്മൾ റീസൺ ചെയ്യുക. ആ റീസണിങ് എന്ന് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഇതായിരിക്കും കാരണം, അത് പോട്ടെ. അങ്ങനെയല്ല. അതിനു വേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട്. ഞാനൊരു ഒരു 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 വളരെ ഉറപ്പായിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ചോദ്യങ്ങളാണ്. ഒരേ വാക്ക് പല ശുശ്രൂഷകരും പല നിലയിൽ ശുശ്രൂഷിക്കുന്നത് കേൾക്കാം എന്ന അർത്ഥം പറഞ്ഞായിരുന്നേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ശരിയെന്ന് എങ്ങനെ അറിയാം? ചിലർ ഒരേ വാക്യം ഒരാൾ ഇങ്ങനെ പ്രസംഗിച്ചു, മറ്റേ ഒരാൾ വേറെ നിലയിൽ പ്രസംഗിച്ചു. ഇതിൽ ഏതാ ഞാൻ എടുക്കേണ്ടത്? സാധാരണ ഈ 1-to-1ലും ഫേസ്ബുക്ക് വഴിയുമൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായത്. എങ്ങനെ അറിയാം ഈ പറഞ്ഞ വചനം ശരിയാണോ? ദൈവവചനത്തിലൊരു മനോഹരമായൊരു വചനമുണ്ട്. ഞാൻ പറഞ്ഞു, അവർ 2 പ്രാവശ്യം കേട്ടു എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന കാര്യം ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ പറയുന്ന വാക്ക് ബൈബിളിലുണ്ടോ? 1. 2, ഒരു വാക്യം ഇവിടുന്നും ഒരു വാക്യം അവിടുന്നും എടുത്ത് പറയുമ്പം അത് ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിന് ഞാനൊരു വളരെ പ്രമുഖനായ അല്ലെങ്കിൽ ഒരു ഫേമസ് പ്രീച്ചർ പ്രസംഗിക്കുന്നത് കേട്ടു. ആ പ്രസംഗം ഇങ്ങനെ 2 കൊരിന്ത്യർ 7:10 പറയുന്നത്, ഫോർ ഗോഡ്ലി സോറോ പ്രൊഡ്യൂസസ് റിപ്പൻറ്റൻസ് ലീഡിങ് ടു സാൽവേഷൻ not to be regretted, but the sorrow of the world produces death. Now, ദൈവിക ദുഃഖം, ദൈവം തരുന്ന ദുഃഖം, for godly sorrow produces repentance. ദൈവം തരുന്ന ദുഃഖം മാനസാന്തരത്തിന് ഉളവാകും. നോ, ഇത് പറയുമ്പം ദൈവം തരുന്ന ദുഃഖം, താൻ പറഞ്ഞ കുടുംബജീവിതം തകർന്നു പോകുന്നു, അത് ദൈവം തരുന്ന ദുഃഖം, സാമ്പത്തികമായ തകർച്ച ദൈവം തരുന്ന ദുഃഖം, രോഗം, നിങ്ങൾക്ക് ഇന്ന് ക്യാൻസറാണോ രോഗം, ദൈവം തരുന്ന ദുഃഖം, അത് തെറ്റാ. ദൈവം ദുഃഖിപ്പിക്കുന്നവനാണോ? ദൈവം രോഗം തന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യം തന്ന് നിങ്ങളെ മാനസാന്തരപ്പെടുന്നു പറയുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ 2:4 പറയുകയാണ്, ഐശ്വര്യത്തിൻ്റെ ദൈവത്തിൻ്റെ റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നെസ്, മേഴ്സി, അതൊക്കെ കാണിക്കുമ്പോൾ അവിടെ മാനസാന്തരം ഉണ്ടാകും. അപ്പോൾ ഇവിടെ എഴുതിയതും അവിടെ എഴുതിയതും തമ്മിൽ വ്യത്യാസമേ എന്താ? അപ്പോൾ കേൾക്കുന്ന ആൾക്കൊരു കൺഫ്യൂഷൻ. എങ്ങനെ അറിയാം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ആ ഒരു വാക്യം മാത്രം നോക്കാതെ ആ മുഴുവൻ അധ്യായം വായിക്കണം. അവിടെ ദൈവം തരുന്ന ദുഃഖത്തെക്കുറിച്ച് പറയുമ്പം പൗലോസ് പറയുന്ന ഈ സോറോ എന്താണെന്ന് അതിൻ്റെ 8ാമത്തെ വാക്യത്തിലാണ്. ഫോർ ഈവൻ ഇഫ് ഐ മേഡ് യു സോറി വിത്ത് മൈ ലെറ്റർ, താൻ എഴുതിയ ലെറ്റർ കൊണ്ടുണ്ടായതാണ് ആ സങ്കടം, ആ പ്രയാസം, അല്ല ദൈവം തന്നതല്ല. ആ എഴുത്ത് അവരെ ദുഃഖിപ്പിച്ചു. അതുപോലെ തന്നെയാണ് അധികം ഫലം, തന്നെ സ്നേഹിക്കുന്നവരെ അധികം ഫലം അധികം ഫലം കായ്ക്കേണ്ടതിന് അവരെ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ പറയാൻ പറ്റും, യു ആർ ഓൾറെഡി ക്ലീൻ ബൈ ദ വേർഡ്. ദൈവം വചനത്തിലാണ് നമ്മളെ റിപ്പൻ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ കുത്തലുണ്ടാകും, ഇരുവായി തലയുള്ള വാള. നൗ അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്നതും കാണുന്നതും എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ദൈവം പറഞ്ഞതാണോ
യേശുവിൻ്റെ സ്വന്തം വാക്കാണോ? ആണെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ വേണം ഞാൻ. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. God is not someone who will make you lazy. അപ്പം ദൈവം എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആരെയും ദൈവം അങ്ങനെ സഹായിച്ചിട്ടില്ല, സഹായിക്കത്തുമില്ല. നമ്മൾ കടമുണ്ടാക്കി വെച്ചിട്ട് കടം തീർത്തോ എന്ന് പറയാൻ അതല്ല വിശ്വാസം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്ന സാമ്പത്തിക കാര്യം വി ഹാവ് ബീൻ ഗിവൺ വിസ്ഡം ഓഫ് ഗോഡ്. കടം വീട്ടാൻ ഇനിയും കടം എടുത്തുകൊണ്ട് അത് എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എന്നില്ലെന്ന് പറയരുത്. ഹെൽപ്പ് യുവർ സെൽഫ്. ദൈവം നമ്മുടെ അവസ്ഥ മാറ്റാനുള്ള മുഴുവൻ ശക്തി, മുഴുവൻ ഗ്രേസ് കർത്താവ് നമ്മുടെ അകത്താണ് തന്നിരിക്കുന്നത്. യേശു തന്നെ ഓർത്തെ, ആ കൊളക്കടവിൽ 38 വർഷം കിടക്കുന്ന ഒരാളെ കണ്ടാൽ അയാളുടെ വാസ്തവത്തിൽ റീസണിങ് ആയിരുന്നു. അയാൾ പറഞ്ഞു, ഇത് കലക്കുമ്പോൾ ഈ കുളം കലക്കുമ്പോൾ എന്നെ എടുത്ത് താഴെ വെക്കാൻ ആരുമില്ല. ദൂതൻ വരുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ സൗഖ്യമാകുന്നു. അങ്ങനെ ഹി വാസ് റീസണിങ്. ഓരോ റീസണിങ് ഓരോ ഇഷ്ടിക എന്ന് വെച്ച് എങ്ങനെ ചുറ്റും ഇഷ്ടിക വെച്ച് ഒരു കോട്ടയ്ക്കകത്തായി അയാൾ ഹീസ് ഇൻ എ ഫോർട്ട്. ഹി കനോട്ട് ലുക്ക് ഔട്ട്സൈഡ്. താൻ ആ ചിന്തയും ആ സങ്കല്പങ്ങളും ഇരിക്കുമ്പോഴാണ് യേശു വരുന്നത്. യേശു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ? റീസണിങ് ഒക്കെ മാറ്റി നിർത്ത്. മനസ്സുണ്ടോ? ഞാൻ വചനം അയക്കാൻ പോവുക. ഐ എം ഗോയിങ് ടു ഗിവ് യു എ വേർഡ്. ഐ വിൽ ഗിവ് യു എ വേർഡ്. കിടക്ക എടുത്ത് നടക്കുക. നൗ he caught on to that word. ആൻഡ് അവിടെ എന്താ സംഭവിച്ചത്? അതുവരെയുള്ള റീസണിങ് താൻ തന്നെ പൊട്ടിച്ച് കിടക്കയെടുക്കുകയും he stood up. 38 വർഷം നടക്കാത്ത അത്ഭുതം ആ സമയത്ത് നടന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ദൈവം തന്ന വിശ്വാസമാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ തന്നെ ലഭിച്ച വിലയേറിയ വിശ്വാസം. നമ്പർ 2, യേശുവിൻ്റെ നാമം നിങ്ങളുടെ വായിലുണ്ട്. നിങ്ങളുടെയും എൻ്റെയും വായിൽ തന്നിരിക്കുന്ന യേശുവിൻ്റെ നാമം ആരുപയോഗിച്ചാലും അതിന് ഇത്രയും വർഷം വിശ്വാസിയൊന്നുമില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിച്ചു. ഇന്നിപ്പം വിശ്വസിച്ചു, അടുത്ത സെക്കൻഡിൽ യു ഡു ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, ആരെങ്കിലും ഈ മലയോട് നീങ്ങിപ്പോവാൻ പറഞ്ഞാൽ താൻ പറയുന്നത് പോലെ നടക്കും. മറ്റുള്ളവരിൽ ആശ്രയം നിർത്തി യു ആർ പവർഫുൾ എന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ തുടങ്ങിക്ക് യു വിൽ ബിക്കം എ മിറക്കിൾ മാൻ. അയാൾ പ്രാർത്ഥിച്ചാൽ നോക്കട്ടെ, ഇവരെ പ്രാർത്ഥിച്ചാൽ, ചിലർ എന്നെ വിളിച്ച് പറയും വിഷയം വെച്ച് പ്രാർത്ഥിക്കണേ. ഞാൻ അപ്പോൾ തന്നെ പറയും, വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ഇടപാട് ഇവിടെ ഒന്നുമില്ല. ഞാൻ പറയുമ്പോൾ ചിലർക്ക് അത് മനപ്രയാസം തോന്നിയേക്കാം. ഞാൻ മനപ്രയാസം പെടുത്താനല്ല പറയുന്നത്. വാസ്തവത്തിൽ എന്താ ഞാൻ പറയുന്നത്? നിങ്ങളുടെ അകത്ത് അതേ പവറുണ്ട്. ഒരു തങ്കു ബ്രദർ അല്ല ഇതിൻ്റെ ആൾ. നിങ്ങളുടെ അകത്ത് ഒരു വിശ്വാസം യേശു നൽകിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ വായിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് അറിയണോ? വചനം വായിച്ച് നോക്ക്. ഇവിടെ എഴുതിയിരിക്കുക, കൃപ പെരുകുമാറാക്കും. ആൻഡ് യു വിൽ ഹാവ് എവറിത്തിങ്. എല്ലാത്തിലും സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ തന്നെ നിത്യജീവൻ ആയ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള ബോധ്യം. അതാ വചനം പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി. പഴയതെല്ലാം കഴിഞ്ഞു പോയി. പഴയ പരാജയം പറഞ്ഞതും പഴയ കേട്ട വാക്കും അതെല്ലാം കഴിഞ്ഞു. ഇറ്റ്സ് ഗോൺ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയാം, ദൈവവചനം എന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും, നമ്മളിൽ ഇരിക്കുന്ന ക്രിസ്തു ആ വലുത്. നമ്മളിൽ മറ്റൊരു സത്യം പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന വേദന, ആ വേദന എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആര് വിചാരിച്ചാലും ആ വേദനയിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ വേദനയെ റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ ഇറങ്ങിപ്പോകാൻ പറയാനുള്ള ആ ഇൻറ്റൻസിറ്റി, ആ പാഷൻ നിങ്ങളുടെ അകത്ത് മാത്രമേ കാണത്തുള്ളൂ. ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. കാസ്റ്റിംഗ് ഡൗൺ എവറി റീസണിങ്. മറ്റൊരു ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അതല്ല ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്. പിന്നെ എന്താ ഞാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് പൊട്ടിക്കുന്നത്? കാസ്റ്റിംഗ് ഡൗൺ ആർഗ്യുമെൻറ്റ്സ് and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. എല്ലാം കർത്താവിന് വിപരീതമായി, കർത്താവ് പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി ദൈവം നിന്നെ ശിക്ഷിച്ചാലും നിൻ്റെ അയലോക്കംകാരൻ നിനക്ക് കൈവശം തന്നതാ, നിൻ്റെ സ്വന്തക്കാരാണ് നിങ്ങൾക്ക് എതിരെ കൂടോത്രം ചെയ്തത്. നോൺസെൻസ്. ഇറ്റ് ഈസ് പ്യുവർ നോൺസെൻസ്. അത് പറയുന്നവനെ അപ്പളെ ശാസിക്കണം.
കൈവശം തന്നു, കൂടോത്രം നിൻ്റെ എതിരെ ചെയ്തു. വാട്ട് നോൺസെൻസ്! യേശുവിന് കൂടോത്രം കൊടുക്കാവോ? യേശുവിൻ്റെ എതിരെ ഒരു കാര്യം ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ എതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നടക്കത്തില്ല. വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വിഷകരമായ ഒന്നും നിങ്ങൾക്ക് ഹാനി വരുത്തില്ല. പിന്നെയാണോ കൈവശം? വചനത്തിൽ പറയാം, നിങ്ങൾക്കെതിരെ ഒരുങ്ങുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. പിന്നെയാണോ കൂടോത്രവും മന്ത്രവാദവും? നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. ഈ വാഗ്ദത്തങ്ങളെ മറന്ന് ഐ ആം ഗിവിങ് മൈ സെൽഫ്. കൈവശ ചുമ്മാതല്ല ഞാൻ ചെയ്യുന്ന ഒന്നും നടക്കാത്ത. അത് മന്ത്രവാദം, അത് കൂടോത്രമാണ്. മൈ ഡിയർ ഫ്രണ്ട്, കം ഔട്ട് ഓഫ് ഇറ്റ് ടു ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. പറഞ്ഞ് എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് കൂടി ഇരുന്ന് കർത്താവായ യേശുവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായി തകർച്ചയിലിരിക്കുന്നവർ, തകർന്നേ തീർന്നേന്ന് പറയാതെ ഇങ്ങനെയൊന്ന് പറഞ്ഞേ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വർണ്ണിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ വർണ്ണിക്കും, ഞാൻ ജീവനോടെ ഇരിക്കും. പറഞ്ഞേ, നല്ലൊരു ഉറക്കെ പറഞ്ഞു വിട്ടെ, ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തിയാവും. ഞാൻ ജീവനോടെ ഇരുന്ന് മക്കളെയും കാണും. ഇന്ന് ഡോക്ടർ 1 മാസമായിരിക്കും നിങ്ങൾക്ക് അവധി പറഞ്ഞിരിക്കുന്നത്. ഐ ക്യാൻ ടെൽ യു, ഡോക്ടേഴ്സ് ആർ നോട്ട് റോങ്. അവർ തെറ്റല്ല പറയുന്നത്, അവരുടെ കയ്യിൽ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അതിനേക്കാളും അപ്പുറം സർവശക്തനായ ദൈവം, ശ്വാസം തന്ന ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാ നിങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ് ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തിയാകും. എൻ്റെ മക്കളെയും ഞാൻ കാണും. യേശുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തിൻ്റെ ഉത്സവമാണ്. പ്രിയമുള്ളവരെ, വിട്ടുകൊടുക്കരുത്. എല്ലാം വരുന്ന ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിപരീതം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ, യേശു പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ മാത്രമേ എടുക്കുക. ഒരു വാക്യമെടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ നിൽക്കട്ടെ, അത് മുഴുവൻ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ യു വിൽ നോട്ട് ഫോൾ ഇൻ ദ ട്രാപ്പ് ഓഫ് ദ ഡെവിൾ. ലെറ്റ് us pray. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയക്കണ്ണ് പ്രകാശിച്ചിട്ട് ക്രിസ്തു യേശു എന്തിനാണ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സങ്കല്പങ്ങളും കോട്ടകളും ചിന്തകളും എല്ലാം പൊട്ടട്ടെ. ക്രിസ്തു യേശുവിൽ എന്നെക്കൊണ്ട് സകലതും സാധിക്കുമെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകുന്ന ദയക്കായി സ്തോത്രം. അപ്പോൾ തന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ ഞാനും ഒരുമിച്ച് 2 പേർ ഐക്യമത്യയുടെ ഭൂമിയിൽ ഒരു കാര്യത്തിന്മേൽ സംബന്ധിച്ചാൽ അത് നൽകപ്പെടുമെന്ന് പറഞ്ഞ അങ്ങയുടെ വാക്ക് പ്രകാരം ശാരീരികമായ അസ്വസ്ഥതകൾ മാറട്ടെ, മരണഭയം മാറട്ടെ. മരിക്കും എന്നുള്ള ഭയം കാരണം ആരോ കാണുന്നുണ്ട്, ഒന്നോ രണ്ടോ പേരല്ല, അനേകർ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയുവാൻ ഹൃദയങ്ങളെ കർത്താവെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. അർഹതപ്പെട്ട നന്മ പോലും തടഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അത്ഭുതം കർത്താവെ ലഭിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ ഇടയ്ക്കും ഒക്കെ റീച്ച് പറയാറുള്ളൂ, ബട്ട് റീച്ച് ഈസ് ദ ഫ്ലാഗ്ഷിപ്പ് ഓഫ് ഹെവൻലി ഫീസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരുടെ നിലവിളി മറികടന്ന് നമ്മൾ ഒരിക്കലും ദൈവസ്നേഹം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റുമുള്ള അത്യാവശ്യമായി കിടക്കുന്ന പാവങ്ങളുടെ നിലവിളി മറികടന്ന് ദൈവത്തെ എങ്ങനെ വിളിക്കാൻ പറ്റും? കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് കാണുന്ന സഹോദരനെ സ്നേഹിക്കണം, തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ ഹസ്തം, അത് അകത്തുണ്ടാകുന്ന ഒരു കമ്പാഷൻ വെളിയിൽ വരുന്ന റീച്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഐ നീഡ് വോളണ്ടിയേഴ്സ് ഫോർ ഇറ്റ്. ജില്ലാടിസ്ഥാനത്തുള്ള എല്ലാ സ്ഥലത്തും വോളണ്ടിയേഴ്സ് വേണം. ലെറ്റ് us ഡു മൈറ്റി തിങ്സ്. നമ്മുടെ ഹൃദയത്തിൽ തന്നെ വലിയൊരു തൃപ്തി വരും മറ്റുള്ളവരെ സഹായിക്കും. 1.5 വർഷം മുമ്പ് 5.5 വയസ്സുള്ള ദേവു എന്ന ഉദ്യാമോളെയും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനിയൻ ആദിത്യനെയും അമ്മ TV കാണുവാൻ ഇരുത്തിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിച്ച്
തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൺമുൻപിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അമ്മയെ കണ്ട് കൊതി തീരാതെ ദേവുവിനും ആദിത്യനും എന്നേക്കുമായി നഷ്ടപ്പെട്ടത് പെറ്റമ്മയുടെ സ്നേഹവും ലാളനയുമാണ്. 24-ാം വയസ്സിൽ തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് സഹിക്കുവാനാകാതെ ദേവുവിൻ്റെയും ആദിത്യൻ്റെയും അച്ഛൻ മാനസികമായി തകർന്നു. തൻ്റെ ഇളയ മകൻ ആദിത്യൻ്റെ ഹൃദയത്തിൻ്റെ വാൽവ് തകരാറിലായതും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും തന്നെ ഏറെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ ദേവുവിനും ആദിത്യനും തങ്ങളുടെ അമ്മ മരിച്ചിട്ട് 1 വർഷവും 3 മാസവും തികയും മുൻപേ സ്വന്തം അച്ഛനും നഷ്ടപ്പെടുകയായിരുന്നു. കടഭാരവും മനപ്രയാസവും നിമിത്തം തൻ്റെ 28-ാം വയസ്സിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ഓഗസ്റ്റ് 7 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന് ബെഥേസ്ത കൺവെൻഷൻ ഗ്രൗണ്ട്, കീരിക്കുഴി റോഡ്, തുമ്പമൺ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മറ്റന്നാൾ പത്തനംതിട്ടയിൽ ഓഗസ്റ്റ് 8 ശനി, അബാൻ ആർക്കേഡ്, അബാൻ ജംഗ്ഷൻ, കുമ്പഴ റോഡ്, പത്തനംതിട്ട. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. हाथ उठाकर करते हैं तेरे